ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. മക്കളെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്, ഞാനും ഏട്ടനും. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇത് റെൻറ്റഡ് ഹൗസാണ്. ഏട്ടന് സ്ഥലം മാറ്റം വന്നപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്. അതിന് മുമ്പ് ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് വേറൊരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ ചക്ക എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊന്നും അങ്ങനെ കിട്ടാനില്ല, കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അങ്ങനെ പോവുകയാണ്. എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഏട്ടൻ്റെ വീട്ടിലും ഈ പറഞ്ഞതുപോലെ ചക്ക, മാങ്ങ ഇതൊക്കെ സുലഭമായി കിട്ടുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. പക്ഷേ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. കിട്ടുന്നെങ്കിൽ തന്നെയും അത് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങണം. അപ്പോൾ ആദ്യം ഞാൻ മക്കളെയും കൂടെ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് യാത്രയേ ഉള്ളൂ, പെട്ടെന്ന് വരും. ഏട്ടന് വൈകുന്നേരം പോകണം. ഇപ്പോൾ ഉച്ചയായി, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉച്ചയായേ. അപ്പോൾ പെട്ടെന്ന് വരണം. പെട്ടെന്ന് വന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം തിരിച്ച് പോകാനുള്ളത്, ഏട്ടന് ജോലിക്ക് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് നേരം പോലും നിൽക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ. മറ്റൊരു ദിവസം അവരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലും നേരം നിൽക്കുവാണെങ്കിൽ അവരെ കൊണ്ടുപോകാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഉച്ചയും കൂടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് മടിച്ചു. പെട്ടെന്ന് നമ്മൾ എത്തുമല്ലോ. അങ്ങനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഏട്ടൻ്റെ അമ്മയുണ്ട് അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ എത്താറായിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ വെമ്പായം ആ റൂട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ ദൂരെ കാണുന്ന ആ മല കണ്ടോ നിങ്ങൾ? അതാണ് തിരിച്ചിട്ടപ്പാറ എന്ന് പറയുന്നത്. ഈ കാണുന്ന മലയല്ല, അത് പാറയാണ്. ഇത് ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് തിരുച്ചിറ്റൂർ എന്നറിയപ്പെടുന്ന തിരുച്ചിട്ടപ്പാറ. നെടുമങ്ങാട് ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ട് വേങ്കവിള എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയപ്പെടുന്നത്, ഹനുമാൻ സ്വാമി പണ്ട് മൃതസഞ്ജീവനി തിരക്കി മരുത്വാ മല പോയപ്പോഴത്തേക്കും, മരുത്വാ മലയെ തേടി പോയപ്പോൾ അവിടുന്ന് കുറേ മലകൾ എടുത്തുകൊണ്ട് വരികയും അതിലൊരു മലയാണിതെന്നും അത് മൃതസഞ്ജീവനി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ തിരിച്ച് കൊണ്ടിടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പാറയ്ക്ക് തിരിച്ചിട്ടപ്പാറ എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. തിരിച്ചിട്ടപ്പാറയുടെ മുകൾ ഭാഗത്ത് ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു കുളവുമുണ്ട്. അതുപോലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സൂര്യാസ്തമയമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണത്. അതുപോലെ ഈ തിരിച്ചിട്ടപ്പാറയുടെ താഴ്വാരത്ത് ഒരു ശിവഭഗവാന്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ദിവസം തിരിച്ചിട്ടപ്പാറ കാണാനായിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് നമ്മുടെ സിൽക്ക് ഫാം എന്ന് പറയും. സിൽക്ക് ഫാം എസ്റ്റേറ്റിൻ്റെ തുടക്കമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരു പ്രകൃതിയം എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ഒത്തിരി സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട്. ഒരു ബോർഡ് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ആ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ ആ സൈഡിൽ കൂടെ കിടക്കുന്ന ആ റോഡ് വഴി മുകളിലോട്ട് കയറി പോകുമ്പോഴാണ് പ്രകൃതിയം കാണാൻ കഴിയും നമുക്ക്. ഞാൻ അവിടെ പോയിട്ടില്ല കേട്ടോ. ഈ നാട്ടുകാരിയായിട്ട് പോലും ഞാൻ പോയിട്ടില്ല. ഈ കാണുന്നതാണ് കുഴിവിള LPS, അതായത് ഞാൻ പഠിച്ച സ്കൂള്. 1 മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. LKG UKG ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് കുഴിവിള LPS. അപ്പോൾ എൻ്റെ വീട് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. ഇടുങ്ങിയ വഴിയാണ് കേട്ടോ അങ്ങോട്ട്. അവിടേക്ക് ചെല്ലണം. ചെന്നിട്ട് അമ്മ എടുത്ത് വച്ചിരിക്കുന്ന ചക്ക എടുത്തുകൊണ്ട് തിരിച്ചു വരണം. ഇപ്പോൾ തന്നെ ഏകദേശം 2-2:30 മണി ആയി. ഇനി തിരിച്ച് പോയിട്ട് ഉടനെ ഏട്ടന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുമോ എന്നറിയില്ല. 3-3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടന് തിരിച്ചു പോകണം. അപ്പോൾ ഏട്ടന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. രാവിലെ ഒന്നും ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് കുറച്ച് സമയം സാധാരണ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് അതിനൊന്നും പറ്റിയില്ല. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഈ കാണുന്ന കുറച്ച് ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോകാം. കാര്യം വണ്ടി വീടിൻ്റെ അങ്ങോട്ട് പോയില്ല, ചെറിയ വഴിയാണ്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. പഴയ വീടാണ് കേട്ടോ എൻ്റെ വീട്. നമ്മുടെ കുടുംബ വീടാണ് അച്ഛന് കിട്ടിയിട്ടുള്ളത്.
അങ്ങനെ കണ്ടത് ഓടായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറേയൊക്കെ അതിനെ മാറ്റി. കുടുംബ വീടായതുകൊണ്ട് തന്നെ അതിനെ പൊളിക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഓടായിരുന്ന സമയത്ത് തന്നെ ചോർച്ചയുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഞങ്ങൾ മാറ്റിയിട്ട് കുറേ പണികളൊക്കെ എക്സ്ട്രാ ചെയ്തു. എന്നിട്ട് നമ്മൾ പൊളിച്ച് വേറൊരു വീട് വയ്ക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആ വീട് പൊളിക്കുന്നത് ഇഷ്ടമല്ല. അച്ഛന് ജനിച്ച് വളർന്ന വീടാണത്. അതുകൊണ്ട് തന്നെ അച്ഛന് ആ വീട് പൊളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ വസ്തുവൊക്കെ ഭാഗം വെച്ചപ്പോൾ അച്ഛനാണ് ആ കുടുംബ വീട് കിട്ടിയത്. പിന്നെ ആദ്യമൊക്കെ ഓടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഓടായിരുന്നു. പിന്നെ അത് ഭയങ്കര ചോർച്ചയായി. പിന്നെ അച്ഛൻ പെൻഷനായപ്പോഴത്തേക്കും കുറച്ച് പൈസ ഇട്ടിട്ട് നമ്മൾ പിന്നെ എക്സ്ട്രാ ആസ്ബറ്റോസ് ഷീറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ റൂഫൊക്കെ ചെയ്തു, അകത്തെ റൂഫൊക്കെ ചെയ്തു. അങ്ങനെ ആക്കി വെച്ചിരിക്കുവാണിപ്പോൾ. അങ്ങനെ നമ്മൾ എൻ്റെ വീടെത്തിയിട്ടുണ്ട്. അകത്ത് അമ്മ ചക്ക എടുത്ത് തരുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, സോറി. അതെന്താ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോയതാണേ. എടുക്കണമെന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷേ അങ്ങോട്ട് ചെന്നിട്ട് കയറിയതിന് ശേഷം ഞാൻ വിട്ടുപോയി. അതാ സംഭവിച്ചത്. അവിടെ ചെന്നപ്പോൾ തന്നെ അമ്മ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചക്ക എല്ലാം ക്ലീനാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചെടികളാണ്. മുല്ല മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്, നിറച്ച് മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലൊന്നും കാണാൻ വയ്യ, പക്ഷേ നിറച്ച് മൊട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ പറിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ഇറങ്ങുന്നത് കൊണ്ട് ഒന്നും പറിക്കാൻ പറ്റിയില്ല. ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ. ദേ കണ്ടില്ലേ, വെള്ള റോസയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഒരുപാട് ചെടികളുണ്ട്. അച്ഛന് കൃഷിയൊക്കെ ഉണ്ട്, ഇപ്പോൾ വാഴ കൃഷിയൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ കൃഷികളും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ചക്ക എടുത്തു തിരിച്ചു പോവുകയാണ്. അവിടെ നിന്നതുപോലും ഇല്ല. നമ്മൾ കുറച്ച് നേരം പോലും നിന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ന്യൂസ് പേപ്പറാണ് കേട്ടോ. ന്യൂസ് പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് തന്നതാണ് ന്യൂസ് പേപ്പർ. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. ഏട്ടന് നല്ല ക്ഷീണമുണ്ട്. അതാണ് ഏട്ടനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷീണമുണ്ടോ, കിടക്കാത്തതിൽ ക്ഷീണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ട് ഇരിക്കുവാണേ. സാധാരണ രാവിലെ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ വൈകുന്നേരം പോയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ അത് പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എക്സ്ട്രാ. അതുകൊണ്ട് കിടക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ക്ഷീണം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ്. ഏട്ടൻ അനിയൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോയിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ചക്ക വെച്ചിട്ട് വിളിക്കുവാണ്, പോയിട്ട് വരാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പാവം കേട്ടോ, വരാമെന്ന് പറഞ്ഞു. മടിയൊന്നും കാണിച്ചില്ല, അപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. ഒത്തിരി ചെടികളുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒത്തിരി ചെടികളുണ്ട്. ഞാൻ എടുക്കുന്ന ഷോർട്ട് വീഡിയോസ് കാണാറില്ലേ, അതിൽ ചെടികളുടെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെല്ലാം എൻ്റെ വീട്ടിലെ ചെടികളാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ചെടികളല്ല, എൻ്റെ വീട്ടിലെ ചെടികളാണ് അതെല്ലാം. ഇപ്പോൾ താമസിക്കുന്നിടത്ത് നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ. അധികം ചെടികളൊന്നും ഇല്ല, ഞാൻ നട്ടിട്ടുമില്ല. എനിക്കതിനുള്ള സമയം കിട്ടാറില്ലാത്തത് കൊണ്ടാണ് നടാത്തത്. മുമ്പ് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലൊക്കെ ചെടികളൊക്കെ ഞാൻ നടുവായിരുന്നു. ഇപ്പോൾ അതിനുള്ള സമയം എനിക്ക് കിട്ടാറില്ല, അതാണ് വാസ്തവം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നട്ടേനെ. ഇവിടെ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്, പൂക്കളുണ്ട്. ഇതെല്ലാം അച്ഛനും അമ്മയൊക്കെ നടുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് ഞാനിങ്ങനെ ചെടിയുടെ ഷോർട്ട്സ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അവിടെ പോകുമ്പോഴാണ് കേട്ടോ. ഇവിടുത്തെ ഈ റോഡുണ്ടല്ലോ ഫുള്ള് വളവും തിരിവുമാണ് കേട്ടോ. സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ KSRTC ബസ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ KSRTC ബസ് ഉണ്ട്. അപ്പം ചെറിയ റോഡും കൂടെ ആയതുകൊണ്ട് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ വരുവാണ് കേട്ടോ. വളവും തിരിവുമാണ് എപ്പോഴും ഈ റോഡ്. അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം വരാൻ. KSRTC ബസ് ഇപ്പോൾ ഒത്തിരി പ്രാവശ്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2-3 വട്ടം എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ. പിന്നീട് ഇവർ അതിൻ്റെ ആ ഒരു റൂട്ട് കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് 2 വീലറും 4 വീലറും ഒക്കെ എടുത്തതിന് ശേഷം ആളുകൾ ബസ്സിൽ കയറാൻ ആളുകൾ കുറഞ്ഞു. അപ്പോൾ അവർക്ക് റൂട്ടും അവർ കുറച്ചു, അതാണ് സത്യം. അപ്പോൾ പിന്നെ ബസ്സിൽ കയറാൻ ആളില്ലാത്തതായപ്പം പിന്നെ അവരിങ്ങനെ റൂട്ടിങ്ങനെ കുറച്ച് വന്നു. അപ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നിട്ട്
പോവുകയാണ് പതിവ്. നടന്ന് താന്നിമൂടെന്ന് പറയുന്ന സ്ഥലത്ത് നടന്നങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബസ്സുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ പോയത് കണ്ടായിരുന്നോ? അവർ നടക്കുന്നതാണേ, താന്നിമൂടെന്ന് ഇങ്ങനെ നടന്ന് വരുന്നതാ. ഈ വഴി അല്ലാതെ മറ്റൊരു വഴിയും കൂടെ ഉണ്ട് നടന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടിരുന്ന കാലത്ത് നിറച്ച് ബസ്സുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂറൊക്കെ ഇടവിട്ട് അവർ ബസ് വിടാറുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുവാണേ, എയർ പിടിച്ചിരിക്കാതെ ഒന്ന് ഹായ് പറയാൻ പറഞ്ഞത്. അതാ ഹായ് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ബസ്സിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ഈ സ്കൂൾ അടപ്പും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും ബസ് വിടാത്തത് അവർ. മറ്റത് സ്കൂൾ കുട്ടികളെങ്കിലും കാണുമല്ലോ. സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും സ്കൂളിൻ്റെ ടൈം വെച്ചിട്ട് KSRTC ബസ് വിടും. അങ്ങനെയാണ് ഇവിടെ പതിവ്. നമ്മൾ ചെന്ന് കയറുന്ന ഒരു ജംഗ്ഷനുണ്ട്, അതാണ് താന്നിമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ബസ്സില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് ആണ് ബസ് കയറുന്നത് കേട്ടോ ആളുകളൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ, ആയൂർ, മുരിക്കുംപുഴ അവിടേക്കൊക്കെ പോകുന്ന ബസ്സുകൾ നമുക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ഇനി കാണുന്ന ഈ ജംഗ്ഷനിലാണ് ആളുകളൊക്കെ വരുന്നത്. നേരത്തെ ഒരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടില്ലേ? അവർ ദേ ഇവിടെ ബസ് ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് നടക്കുന്നത് കേട്ടോ. ദേ മുകളിൽ ആ ബസ് സ്റ്റോപ്പ് വരുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ വരും. ഓട്ടോ ഉണ്ട് കേട്ടോ. ഓട്ടോ നമുക്ക് പിടിച്ച് വരാവുന്നതേ ഉള്ളൂ. ഓട്ടോയ്ക്ക് എനിക്ക് തോന്നുന്നു 80 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒത്തിരി നാളായി ഓട്ടോയിൽ പോയിട്ട്, അതുകൊണ്ട് കറക്റ്റ് എത്രയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ആയൂരൊക്കെ മുകളിലോട്ടും നെടുമങ്ങാട് താഴോട്ടും. അപ്പം നെടുമങ്ങാട് ഭാഗത്തേക്ക് വരുന്ന ആ ഒരു റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ ചുമ്മാതെ എടുത്ത് നിങ്ങളെയും കൂടെ ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം.